ഹലോ, എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു തടിയങ്ക വെച്ചൊരു കറി ഉണ്ടാക്കാമേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് വേണ്ടി ഞാനിവിടെ ചേമ്പ്, ഒരു വലിയ ചേമ്പ് കിട്ടി. ചേമ്പ് അല്ലെങ്കിൽ കാച്ചിലില്ലാത്തതുകൊണ്ടാണ് ചേമ്പ് എടുത്തത്. ഒരു ചേമ്പ്, വലിയ ചേമ്പ്, 3 എരിവുള്ള പച്ചമുളക്, കറിവേപ്പില 2-3 തണ്ട്, പിന്നെ പുളി, ഒരു ചെറിയ ഒരു കഷ്ണം പുളി, തൈര് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യമനുസരിച്ച് എടുത്താൽ മതി. ഞാനൊരു ബൗളിലെടുത്തന്നേ ഉള്ളൂ തൈര്. പിന്നെ തടിയങ്ക ഒരു കഷ്ണം വെച്ചാൽ ഒരു റൗണ്ടായിട്ടുള്ള ഒരു 250 ഗ്രാമിൻ്റെ ഒരു ചെറിയ കഷ്ണം. പിന്നെ തേങ്ങ ഒരു ബൗളിനകത്ത് ഒരു തേങ്ങാമുറിയുടെ പകുതി മതി. പിന്നെ ആവശ്യത്തിന് വെള്ളവും. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. തടിയങ്ക ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ അരിഞ്ഞ്, ചേമ്പും ഇതുപോലെ അരിഞ്ഞിട്ട്, പച്ചമുളകും അരിഞ്ഞിട്ട്, പിന്നെ ആ പുളിയും കൂടെ ഇട്ട്, അത് വെള്ളം നമ്മുടെ ഒരു കപ്പിലെടുത്ത് വെച്ച വെള്ളം, അത് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അത്രയും വെള്ളം മതി ഇതിന്. അതിന് നമ്മൾ ആവശ്യത്തിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കിത് വേവിക്കാൻ വെക്കണം. നല്ല ഒരു ഡിഷാണ് ഇത്. കൊങ്ങിണി ഡിഷാണ്. ഇതിന് അമ്പാട്ട എന്ന് പറയും. എന്ന് വെച്ചാൽ അമ്പൂസ് അമ്പാട്ട. അമ്പൂസ് എന്ന് പറഞ്ഞാൽ പുളിയുള്ള കറി എന്നാണ് അർത്ഥം. മോര് ഒഴിക്കുന്നതുകൊണ്ടാണ് പുളിയുള്ള, അതിനാണ് അമ്പൂസ് അമ്പാട്ട എന്ന് കൊങ്ങിണിയിൽ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മിക്സിയുടെ ബൗളിനകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ഇത്രയും നല്ല രീതിയിൽ അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം, നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കാണും. ഇപ്പം കാച്ചിലൊക്കെ കിട്ടുന്ന ടൈമാണ്, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചേമ്പിട്ടത്. കാച്ചിലിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് വെച്ചുള്ള കറിയാണിത്. കാച്ചിലില്ലെങ്കിൽ ചേമ്പിടാം. അപ്പം ഞാൻ ആ പുളി ഇട്ടുകൊണ്ടാണ് ഇച്ചിരി കറുത്തിരിക്കുന്ന. പുളി ഇഷ്ടമുള്ളവർക്ക് ഇടാം, ഇഷ്ടമില്ലെങ്കിൽ പുളി ഓപ്ഷണലാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ അരപ്പ് കൂടെ കഴുകി മിക്സിയുടെ ജാറൂടെ കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി, ഈ സമയത്ത് ഒന്നുകൂടെ ഉപ്പ് നോക്കണം. ഉപ്പ് കറക്റ്റാണോ, ഏതോ കുറച്ചുകൂടെ ഉപ്പ് വേണ്ടി വരുമെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഉപ്പിടാം. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിടാം. എന്ന് വെച്ചാൽ തൈര് ഒഴിക്കുന്നതുകൊണ്ട് ഉപ്പ് ചിലപ്പം നമ്മൾ ഇച്ചിരി കൂടുതലിടണം, എന്നാൽ ആ തൈര് ഒഴിക്കുമ്പോൾ കറക്റ്റ് ഇതായി നിൽക്കത്തുള്ളൂ. ഇനി നമ്മൾ ആ എടുത്തു വെച്ച കട്ട തൈരൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഒന്നടിച്ചെടുത്ത് ഈ ഒരു പരുവാക്കിയിട്ട്, അപ്പോഴത്തേക്കും നമ്മൾ അരപ്പൂടെ ചേർത്ത് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് കൂടെ മിക്സിയിൽ അടിച്ച് വെച്ച് തൈരും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇനി ഒന്ന് അടച്ചു വെച്ച് ഒന്ന് താളിക്കുകയും കൂടെ ചെയ്താൽ കറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ഒരു കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻസും ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മാറ്റങ്ങൾ വരുത്തുന്ന നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുക്കാനും ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് ഒരു ആവശ്യത്തിന് കടുക് ഇട്ടാൽ മതി. ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇവിടെ എല്ലാവർക്കും കടുക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇടാറുണ്ട് കടുക് വറുക്കുമ്പോൾ. അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകവും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് ജീരകവും ഇച്ചിരി കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.